നമസ്കാരം ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വിളയനാടാണ്. ഇവിടെയാണ് നമ്മുടെ ആദിശങ്കരാചാര്യരുടെ അമ്മ വീടുള്ളത്. ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കുറേ കേട്ടിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഇവിടേക്കൊന്ന് വരാൻ പറ്റിയത്. ഇവിടെ ഒരു വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്, വളരെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. ഇനി ഞങ്ങൾ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പെന്ന്, ടാഗ് ഒക്കെ കിട്ടി. സെമിനാർ സ്റ്റാർട്ടായി ഗൈസ്. ആദ്യം ഇനോഗ്രൽ സെക്ഷനായിരുന്നു, പിന്നെ പ്രസൻറ്റേഷനൊക്കെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാരണം ഞങ്ങൾ വേദാന്ത പഠിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. കുറേയൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഓവറോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സെക്ഷനൊക്കെ. ലഞ്ച് ബ്രേക്ക് ആയി ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കണേക്ക് മുമ്പ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ്. ഇതാണ് ഈ വീടിൻ്റെ പൂമുഖം എന്ന് പറയണത്. ഇതിലൂടെയാണ് വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ പറ്റുക. പിന്നെ ഇവിടെ നിന്ന് നല്ല ഭംഗിയിലുള്ളൊരു സ്ഥലമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്നൊക്കെ ആയിട്ട്. പൂമുഖം എന്നാണ് ഇവിടെ പറയുക. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാർ മറ്റേ ഡാൻസൊക്കെ ചെയ്ത സ്ഥലം അങ്ങനെയൊക്കെ ഇതാകും. നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലെ ഹാള് പോലെയൊക്കെ യൂസ് ചെയ്ത ഒരു പ്ലേസാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഒരു റൂം പോലെ ഉണ്ട്. ഇത് പുറത്തോട്ട് കാണാൻ പറ്റും നമുക്ക് ശരിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്കൂടെ നോക്കുക ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്നിട്ടാണ് കാണാമെന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നിന്ന് അകത്തൊക്കെ കിടക്കുമ്പോഴാണ്, ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് നേരെ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു പൂജാമുറി ഉണ്ട്. പിന്നെ ഇതാണ് നടുമുറ്റം. വീടിൻ്റെ നാലുകെട്ടിൻ്റെയൊക്കെ നടുമുറ്റം ഇതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നടുക്കായിട്ട് തുളസിത്തരമൊക്കെ ആയിട്ട് നല്ലൊരു ഐശ്വര്യമുള്ളൊരു സ്ഥലമാണിത്. പിന്നെ തൊട്ടടുത്തൊരു പത്തായപ്പുരയുണ്ട്. പിന്നെ അവിടെയൊന്നും നമുക്ക് അങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ അലോഡല്ല. ശങ്കരാചാര്യൻ്റെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ ഒരു പൂജാമുറി വേറെ എക്സ്ട്രാ, പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലേസ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ അടുക്കള ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിണർ കാണാൻ പറ്റും. അടുക്കളയിൽ നിന്ന് കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം, അങ്ങനെ കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കുറേ കാണാൻ പറ്റി. ചേച്ചിയുടെ അമ്മ വീട് കണ്ടു ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. ഇത് അമ്മ വീടാണ്. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാം കുറേ ടൈമായി ഗൈസ്. ഇവിടെ ഇനി ഗവർണർ വരുന്നുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ഹോളിലെത്തണം ഗൈസ്. ഇവൾക്ക് നീന്താൻ അറിയില്ല. മീനുണ്ട് ഗൈസ്, കണ്ടോ? ഇവിടെ നല്ല അടിപൊളി രസമുള്ള സ്ഥലങ്ങളാട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണേ. പിറവം ആദിശങ്കര നിലയം, വെളിയനാട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഹോളിലെത്തി. ഇനി അപ്പോഴേക്കും ഗവർണർ വരാറായി. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ടെൻഷനാണ്. കുറേ സെക്യൂരിറ്റീസും കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിലൊരു ഹറിബറി പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗവർണർ വരുമ്പോൾ പാലിക്കേണ്ട കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫോൺ യൂസ് ചെയ്യരുത്, ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എഴുന്നേറ്റ് നിൽക്കരുത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഗവർണറെ കാണാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വാലിഡേറ്ററി സെറമണിയൊക്കെ കഴിഞ്ഞ് ഗവർണർ ഇതാ പോവാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്ര നേരം ഫോണൊന്നും എടുക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അത് അപ്പോൾ ഞാൻ പോകാൻ ടൈമിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പഴംപൊരിയും ചായ ഉണ്ടായി ഗൈസ്. ഇവിടെ വെറുതെ എന്തിനാണ്
ചായ തീർന്നു, മൂന്നാമത്തെ പഴംപൊരി എടുത്തിട്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അടുത്ത വീഡിയോയുമായിട്ട് വരാം.